ഇത് കണ്ടോ? ഇത് നമുക്ക് റീസെന്റ് വന്നൊരു മെസ്സേജ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയതുകൊണ്ട്, അതുപോലെ നമ്മളിൽ പലരും ഫേസ് ചെയ്ത അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടുമാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. ഈ കുട്ടി നമ്മളോട് പറഞ്ഞത് ഒരുപാട് തവണ അറ്റംപ്റ്റ് ചെയ്തതിനു ശേഷമാണ് OET പാസ്സായത്. പാസ്സായതിനു ശേഷം ഇപ്പോൾ ന്യൂസിലാൻഡിലേക്കുള്ള പ്രോസസ്സിംഗിലാണ്. പക്ഷേ IQ യൂണിവേഴ്സിറ്റിയൊക്കെയുള്ള എക്സാം എഴുതാൻ ഇനി പേടിയാണ്. കാരണം ഇതിനു മുമ്പ് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ ഓരോ തവണ ഫെയിൽ ആകുമ്പോഴും ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഫെയിൽ ആയോ. അതുപോലെ തന്നെ പാസ്സായതിനു ശേഷമുള്ള അടുത്ത ക്വസ്റ്റ്യൻ, നീ എത്ര തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് പാസ്സായത്. അപ്പോൾ അതൊക്കെ കേട്ട് ആ കുട്ടിക്ക് പേടിയാണ്, ഇനി അടുത്തൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യേണ്ടി വന്നാലോ. അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ആളുകളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആരെ പറ്റിയും ചിന്തിക്കരുത്. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാകുക, നിങ്ങൾ മുമ്പോട്ട് പോകുക. കാരണം ഇന്റർനാഷണൽ എക്സാംസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എക്സാംസ് എന്ന് പറയുന്ന അതിന് പ്രത്യേക ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ ആ ക്രൈറ്റീരിയ ഫുള്ള് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര തവണ അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു മാറ്ററേ അല്ല. നമ്മൾ ഫൈനലി പാസ്സാകുക എന്നുള്ളത് മാത്രമാണ് കാര്യം. അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അപ്പോൾ എത്ര തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ട്രൈ യുവർ ബെസ്റ്റ്, അതുപോലെ പാസ്സാകാൻ സാധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പാസ്സാകുക, അങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കഴിവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട്, മറ്റുള്ളവർ നിങ്ങളെ തളർത്തുന്ന ഒരുപാട് വാക്കുകൾ പറയും, പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ കോൺഫിഡന്റ് ആക്കിക്കൊണ്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ എന്താണ് പറയേണ്ടത്? സ്റ്റേ പോസിറ്റീവ്, ഡു യുവർ ബെസ്റ്റ്, കീപ് മൂവിങ് ഫോർവേഡ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.